ഹലോ എവരിവൺ നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CSE വഴി ഫസൽ ഭീമ യോജന അഥവാ വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വിള ഇൻഷുറൻസ് ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, പ്രവചനാതീതമാണ് നമ്മുടെ കാലാവസ്ഥ. അതിനുള്ള സംരക്ഷണമാണ്. പിന്നീട് കാലാവസ്ഥയ്ക്കുള്ള വ്യതിയാനം മൂലമുള്ള വിളവ് നഷ്ടത്തിനുള്ള പരിരക്ഷ അദ്ദേഹത്തിന് ലഭിക്കും. പിന്നെ കർഷകനെ സംബന്ധിച്ചിടത്തോളം അതൊരു അഫോർഡബിൾ പ്രീമിയമാണ്. അവർക്ക് താങ്ങാവുന്ന തരത്തിലുള്ള പ്രീമിയമാണ്. ഒരു ചെറിയ എമൗണ്ട് മതി അവർക്ക് ഒരു സെന്റ് ചെയ്യണമെങ്കിൽ. ഇങ്ങനെ ഈ വിള ഇൻഷുറൻസ് ചെയ്യണമെങ്കിൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായി വരുന്ന ഡോക്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ആധാർ നമ്പർ വേണം. രണ്ടാമത്തത് ബാങ്ക് പാസ്ബുക്ക് വേണം. മൂന്നാമത്തത് ഭൂനികുതി വേണം. നാലാമത്തത് ഇദ്ദേഹത്തിന്റെ കൃഷിഭൂമി പാട്ടത്തിനാണെങ്കിൽ മാത്രം അദ്ദേഹത്തിന് പാട്ടക്കരാർ വേണം. ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിള ഇൻഷുറൻസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് CSE വഴി എങ്ങനെയാണ് വിള ഇൻഷുറൻസ് ചെയ്യാമെന്നുള്ളതാണ്. ആദ്യമായി നമ്മുടെ CSEയുടെ പോർട്ടൽ ലോഗിൻ ചെയ്യുന്നു. പോർട്ടൽ ലോഗിൻ ചെയ്യുന്നത് ഓൾറെഡി കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പോർട്ടൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇടത് ഭാഗത്ത് മുകളിൽ നിങ്ങൾക്കൊരു സെർച്ച് ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫസൽ എന്ന് ടൈപ്പ് ചെയ്യാം. ഫസൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്നതാണ് പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന ആസാം എന്ന്. സ്റ്റേറ്റ് നിങ്ങൾ കണ്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് അത് ഫസൽ ഭീമ യോജന ആസാം ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന വിൻഡോ ഇങ്ങനെയുള്ളതാണ്. ഇവിടെ നിങ്ങൾ CSE കണക്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്. CSE കണക്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ യൂസർ ID പാസ്വേഡും അടിച്ച് ക്യാപ്ച കൊടുത്തതിന് ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക, സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണുന്ന വിൻഡോ ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഹോം ആപ്ലിക്കേഷൻ ഡൗൺലോഡ്സ് എന്നത് കാണാൻ സാധിക്കും. അവിടെ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കേരള സെലക്ട് ചെയ്യുന്നു. കേരള സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഇന്നിപ്പോൾ ഇടുമ്പോൾ ഉള്ള വീഡിയോയിൽ നമ്മൾ റബി സീസണാണ്. ഇന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരുപാട് കാണാൻ സാധിക്കും. 2024 ഖാരിഫ്, റബി, അതേപോലെ 2023 എല്ലാ പഴയതടക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 റബി സീസൺ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. 2024 റബി സീസൺ ഇവിടെ വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് നിങ്ങൾക്ക് കാണാം. അതിന് നേരെ ഒരു ഡയലോഗ് ബോക്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പോകുന്ന വിൻഡോ ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾക്ക് 6 കാര്യങ്ങൾ കാണാം. ഒന്ന്, അപ്ലിക്കേഷൻ ഫോം, അൺപെയ്ഡ് അപ്ലിക്കേഷൻ, അപ്രൂവ്ഡ് അപ്ലിക്കേഷൻ, പെയ്ഡ് അപ്ലിക്കേഷൻ, റിവേർട്ടഡ് അപ്ലിക്കേഷൻ, റിജക്റ്റഡ് പെയ്ഡ് അപ്ലിക്കേഷൻ. ഇതിൽ അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ഒരു കർഷകൻ വിള ഇൻഷുറൻസിന് വന്നാൽ അദ്ദേഹത്തിന് ഓൺലൈനിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിനാണ് നിങ്ങൾ ഈ അപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യേണ്ടത്. അൺപെയ്ഡ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു പക്ഷെ പേയ്മെന്റ് മോഡിലേക്ക് പോവുകയോ പോയ സമയത്ത് എന്തെങ്കിലും എറർ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്ലിക്കേഷൻ അൺപെയ്ഡ് അപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. പിന്നീട് അപ്രൂവ്ഡ് അപ്ലിക്കേഷൻ, അതായത് നിങ്ങൾ പേയ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ആ അപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അപ്രൂവ്ഡ് അപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. പിന്നീടുള്ളത് പെയ്ഡ് അപ്ലിക്കേഷൻ ആണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തതിനു ശേഷം എമൗണ്ട് വാലറ്റിൽ നിന്ന് ഡിഡക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പെയ്ഡ് അപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. 5ാമത്തത് റിവേർട്ടഡ് അപ്ലിക്കേഷൻ ആണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ബ്ലർ ആവരുത്. നല്ല ക്ലാരിറ്റി ഉള്ള ക്ലിയർ ഉള്ള ഡോക്യുമെന്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അവർ അത് റിവേർട്ടഡ് അപ്ലിക്കേഷനിലേക്ക് മാറ്റും. അവിടെ നിങ്ങൾ വീണ്ടും ക്ലാരിറ്റി ഉള്ള ഫോം അവരുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നീടുള്ളത് റിജക്റ്റഡ് പെയ്ഡ് അപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ നൽകിയ അപ്ലിക്കേഷൻ വേറെ എന്തെങ്കിലും കാരണത്താൽ തെറ്റായ റെക്കോർഡ്സ്, തെറ്റായ വിവരങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതാണ്. അതും നിങ്ങൾക്ക് ഇവിടെ റിജക്റ്റഡ് പെയ്ഡ് അപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. ഒരു VLA സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കർഷകന്റെ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് CSE ലോഗിനിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് പ്രോസസ് തന്നെ ഒരു ഫാർമേഴ്സിന് എങ്ങനെയാണ് CSE വഴി നിങ്ങൾക്ക് ഫസൽ ഭീമയിൽ എൻറോൾ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഫസ്റ്റ് കാണുന്ന അപ്ലിക്കേഷൻ ഫോം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് 2024 ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം, ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സെർച്ച് ബാങ്ക് ബൈ IFSC കോഡാണ്. അവിടെ ഓട്ടോമാറ്റിക്കലി ഡീഫോൾട്ട് ആയിട്ട് നോ ആണുള്ളത്. നോ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് ഇത് മുഴുവനും നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ടി വരും. എന്നാൽ അതേ സ്ഥാനത്ത് നിങ്ങൾ യെസ് കൊടുത്താൽ നിങ്ങൾക്ക് IFSC കോഡ് വെച്ചിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, സെർച്ച് കൊടുത്താൽ മതി. എന്നാൽ നിങ്ങൾ ബാക്കിയുള്ള ഫീൽഡ് ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ ജസ്റ്റ് ഒരു
സാമ്പിളിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു IFSC കോഡ് കൊടുക്കുന്നു, IFSC കോഡ് കൊടുത്തിട്ട് വെരിഫൈ കൊടുക്കുന്നു. സോ വെരിഫൈ കൊടുത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ബാങ്ക് എവിടത്തെയാണ് സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ബാങ്ക് നെയിം, ബ്രാഞ്ച് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. അവിടെ നമ്മൾ അക്കൗണ്ട് ടൈപ്പ് സേവിങ്സ് കൊടുക്കുന്നു. അതിനുശേഷം അക്കൗണ്ട് നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഫില്ല് ചെയ്യുന്നു. അക്കൗണ്ട് നമ്പർ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ കൺഫേം കൊടുക്കുന്നു. പിന്നെ അക്കൗണ്ട് ഹോൾഡർ ഓട്ടോമാറ്റിക്കൽ ഉണ്ട്, നമ്പർ ഓഫ് അക്കൗണ്ട് ഹോൾഡേഴ്സ് അതെല്ലാം ഡീഫോൾട്ട് ആയിട്ട് അവിടെ ഉണ്ടാവും. അതിനുശേഷം താഴെ ചെക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആൻഡ് കണ്ടിന്യൂ കാണാം, അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നേരെ എന്ത് ചെയ്യുന്നു, അടുത്ത ഭാഗത്തേക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ താഴെ കാണാൻ സാധിക്കും ഫാർമർ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഫാർമറുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെയിം ആസ് പെർ പാസ്ബുക്ക് എന്താണ്, പാസ്ബുക്കിൽ എന്താണോ പേര് അതേപടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പേര് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ പാസ്ബുക്കിൽ എന്താണോ പേരുള്ളത് അതേപടി പേര് കൊടുക്കുക. ഇവിടെ നെയിം ആസ് പെർ ആധാർ ആണ്, ആധാറിൽ എന്താണോ പേരുള്ളത് അത് അതേപടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് പാസ്ബുക്കിൽ ഇനീഷ്യൽ ഉണ്ടാവില്ല, പക്ഷെ ആധാറിൽ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ ആധാറിൽ എന്താണ് പേര് അതേപോലെ പാസ്ബുക്കിൽ കൊടുക്കുക, അങ്ങനെ കൊടുക്കരുത്. പാസ്ബുക്കിൽ എങ്ങനെയാണ് പേരുള്ളത് അത് അതേപടി കൊടുക്കുക, ആധാറിൽ എങ്ങനെയാണ് പേരുള്ളത് അത് അതേപടി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആധാർ നമ്പർ കാണാൻ സാധിക്കും, ആധാർ നമ്പർ കൊടുക്കുക. ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം വെരിഫൈ കൊടുക്കുക. അപ്പോൾ പാസ്ബുക്കിൽ ഉള്ള പോലെയാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്, ഇവിടെ ആധാറിലുള്ളതുപോലെ. അതിനുശേഷം നമ്മൾ ആധാർ നമ്പർ കൊടുക്കുന്നു, വെരിഫൈ കൊടുക്കുന്നു. വെരിഫൈ കൊടുത്തതിന് ശേഷം ഇവിടെ റിലേഷൻ ടൈപ്പ് ഉണ്ട്. റിലേഷൻ ടൈപ്പ് സൺ ഓഫ്, ഡോട്ടർ ഓഫ്, വൈഫ് ഓഫ്, കെയർ ഓഫ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ആ റിലേറ്റീവ് നെയിം കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് മാത്രമേ വേറൊരു ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യുന്നുള്ളൂ കർഷകന്റെ. ബാക്കിയുള്ളത് മുഴുവൻ കർഷകന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതായത് ഇവിടെ സൺ ഓഫ് കൊടുത്തതിന് ശേഷം പിന്നീട് ചോദിക്കുന്ന മൊബൈൽ നമ്പർ ഒരിക്കലും റിലേറ്റീവിന്റെ മൊബൈൽ നമ്പർ അല്ല, മറിച്ച് ഫാർമറുടെ ഡീറ്റെയിൽസ് ആണ്. സോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സാധാരണ വരുന്നുണ്ട്, പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്. സോ ഫാർമറുടെ മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം അവരുടെ ഏജ് കൊടുക്കുന്നു, ഫാർമറുടെ ജെൻഡർ സെലക്ട് ചെയ്യുന്നു, ഫാർമർ ഏത് കാസ്റ്റ് കാറ്റഗറിയാണ്, ജനറൽ, OBC, SC, ST ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുന്നു. ഫാർമർ ടൈപ്പ് ഇവിടെയാണ് ഓണർ ടെനന്റ് കാണിക്കുന്നത്. ഓണർ ആണെങ്കിൽ നമ്മൾ ടെനന്റ് സർട്ടിഫിക്കറ്റ് പാട്ടക്കരാറിന്റെ ആവശ്യമില്ല. ടെനന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ പാട്ടക്കരാർ നമ്മൾ കൊടുക്കണം. പിന്നീട് ഇവിടെ ഫാർമർ ടൈപ്പ് ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഫാർമർ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഫാർമർ ഡീറ്റെയിൽസിൽ സ്മോൾ, മാർജിനൽ, അതർ ഉണ്ട്. അപ്പോൾ സ്മോൾ ആണെങ്കിൽ സ്മോൾ സെലക്ട് ചെയ്യാം, മാർജിനൽ ആണെങ്കിൽ മാർജിൻ സെലക്ട് ചെയ്യാം. ഏതാണെന്ന് വെച്ചാൽ ഫാർമർ കാറ്റഗറി എന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം റെസിഡൻഷ്യൽ അഡ്രസ്സ് ഫില്ല് ചെയ്യുന്നു. റെസിഡൻഷ്യൽ അഡ്രസ്സിൽ അവരുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സബ് ഡിസ്ട്രിക്ട്, റെസിഡൻഷ്യൽ വില്ലേജ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുന്നു. അവരുടെ അഡ്രസ്സ് കൊടുക്കുന്നു, പിൻകോഡും കൊടുക്കുന്നു. പിൻകോഡ് കൊടുത്തതിന് ശേഷം താഴെയുള്ളതാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ്, ഡിക്ലെയർ നോമിനി ലെറ്റർ. അത് നിങ്ങൾ നോമിനി ലെറ്റർ കൊടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തിട്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കഴിയുന്നതും നോമിനി ഡീറ്റെയിൽസ് കൊടുക്കുക. കാരണം നോമിനിയുടെ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നോമിനിയുടെ പേര്, നോമിനിയുടെ ഏജ് എത്രയാണ്, നോമിനിയും അപ്ലിക്കന്റ് ഫാർമേഴ്സും തമ്മിലുള്ള റിലേഷൻ എന്താണ്, പിന്നെ നോമിനിയുടെ അഡ്രസ്സ്, ഇത്രയും കാര്യം നിങ്ങൾ കൊടുത്താൽ മതി. കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് അടുത്ത പേജിലേക്ക് പോകുന്നു. ഈ അടുത്ത പേജിലേക്ക് പോകുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് ക്രോപ്പ് ഡീറ്റെയിൽസ് ആണ്. നേരത്തെ നമ്മൾ കൊടുത്തത് ഫാർമറുടെ ഡീറ്റെയിൽസ് ആണ്, അവരുടെ പേഴ്സണൽ, അവർ താമസിക്കുന്ന സ്ഥലം, ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുത്തത്. ഇപ്പൊ കൊടുക്കുന്നത് അവർ ക്രോപ്പ് എവിടെയാണ് ചെയ്യണമെന്നുള്ളതാണ്. അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ 28 കിലോമീറ്റർ അല്ലെങ്കിൽ 25 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷെ കൃഷി ചെയ്യുന്നത്. സോ ആ ക്രോപ്പ് നിലനിൽക്കുന്ന, കൃഷി ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ്, കൃഷി എവിടെയാണോ നിലനിൽക്കുന്നത് അവിടുത്തെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ അവിടുത്തെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം, ക്രോപ്പ് എവിടെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ സബ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം, അവരുടെ ബ്ലോക്ക് സെലക്ട് ചെയ്യാം, ദെൻ അവരുടെ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യാം, ദെൻ അവരുടെ വില്ലേജ് സെലക്ട് ചെയ്യാം. വില്ലേജ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്രോപ്പ് എന്ന് കാണാൻ സാധിക്കും. ഏത് ക്രോപ്പാണ് അവർ കൃഷി ചെയ്യുന്നത് ആ ക്രോപ്പ് സെലക്ട് ചെയ്യാം. ആ ക്രോപ്പ് എന്നാണോ നട്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം, അതിന്റെ ഡേറ്റ് സെലക്ട് ചെയ്യാം. പിന്നെ കസറ നമ്പർ, ലാൻഡ് ടാക്സ് എന്ന് നമ്മുടെ സർവേ നമ്പർ, കസറ നമ്പർ കൊടുക്കുക. എന്നിട്ട് ഹെക്ടർ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ സെന്റ് ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഗൂഗിൾ ചെയ്യും, സെന്റ് കൺവേർട്ട് ഇൻറ്റു ഹെക്ടർ, അത് അറിയാവുന്നതാണല്ലോ. ഹെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ അത് കിട്ടിയത് അത് അതേപടി ചെയ്യുന്നു. ചിലപ്പോൾ 0.014 ആണെങ്കിൽ അത് അതേപടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാണാം സം ഇൻഷുർഡ് 120 രൂപ, റേറ്റ് ഓഫ് പ്രീമിയം എന്ന് പറയുന്നത് 20 രൂപ, ഫാർമറുടെ ഷെയർ എന്ന് പറയുന്നത് 16 രൂപ 80 പൈസയാണ് ഫാർമറുടെ ഷെയർ വരുന്നത്. സോ അത് നമ്മളാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതേപടി എന്ത് ചെയ്യുക, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇനിയും
വേറൊരു സർവേ നമ്പറിലോ അല്ലെങ്കിൽ ക്രോപ്പോ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ ആഡ് കൊടുത്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്ലിക്കന്റ് ഡോക്യുമെന്റ് ആണ്. നമ്മൾ അപ്പോൾ ഏതാണ് കൃഷി ചെയ്യണമെന്ന് വെച്ചാൽ ആ ക്രോപ്പ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? അപ്ലിക്കന്റ് ഡോക്യുമെന്റ് കാണാൻ സാധിക്കും. അപ്പോൾ അപ്ലിക്കന്റ് ഡോക്യുമെന്റ് ഏതാണെന്ന് വെച്ചാൽ പാസ്ബുക്ക് ആണെങ്കിൽ പാസ്ബുക്ക് അപ്ലോഡ് ചെയ്യാം. പാസ്ബുക്ക് അപ്ലോഡ് ചെയ്യാം, അത് മാൻഡേറ്ററി ആണ്. ദെൻ നിങ്ങൾക്ക് ലാൻഡ് റെക്കോർഡ്സ് ഭൂനികുതി അപ്ലോഡ് ചെയ്യാം. സോയിങ് സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല. ടെനന്റ് സർട്ടിഫിക്കറ്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞു, പാട്ടക്കരാറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാട്ടക്കരാർ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾ അപ്ലോഡ് ചെയ്തത് മുഴുവൻ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ കഴിയും. പാസ്ബുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ലാൻഡ് റെക്കോർഡ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ടെനന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ടെനന്റ് ആണ് പാട്ടക്കരാറാണെങ്കിൽ അതും ഇവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണുന്ന വിൻഡോ ഇങ്ങനെയാണ്. പ്രിവ്യൂ ക്ലിക്ക് ചെയ്യാം. ആ പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നേരെ താഴെ നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ കാണാൻ സാധിക്കും. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് പേയ്മെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ മേക്ക് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യാം. മേക്ക് പേയ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കമ്മീഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ട് നിങ്ങളുടെ വാളറ്റിൽ നിന്ന് ഡിഡക്റ്റ് ആവുന്നതാണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യം പാസ്വേഡ് അടിക്കുന്നു. പാസ്വേഡ് അടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ എംപിൻ അടിക്കുന്നു. ഇതോടുകൂടി ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.